നിയോജക മണ്ഡലത്തിൽ സിറ്റിംഗ് MLA മാണി സി കാപ്പൻ തന്റെ പ്രചാരണ പരിപാടികൾക്ക് നേരത്തെ തന്നെ തുടക്കമിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി തന്നെ താൻ വീണ്ടും ജനവിധി തേടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പാലാ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം. UDF-ലേക്ക് ആര് വന്നാലും പാലാ സീറ്റിൽ താൻ തന്നെയാകും സ്ഥാനാർത്ഥിയെന്ന് കാപ്പൻ തറപ്പിച്ച് പറയുന്നു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലാ മുനിസിപ്പാലിറ്റിയിലടക്കം UDF-ന് മികച്ച നേട്ടം കൊയ്യാൻ സാധിച്ചതും കാപ്പന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന പോരാട്ടത്തിനായി അദ്ദേഹം മണ്ഡലത്തിലുടനീളം സജീവമായി ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ തവണ പാലായിൽ നേരിട്ട പരാജയത്തിന് ഇക്കുറി പകരം വീട്ടാനാണ് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ നീക്കം. ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് മാറുമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സംസാരമുണ്ടായിരുന്നുവെങ്കിലും പാലായിൽ തന്നെ മത്സരിച്ച് തന്റെ കരുത്ത് തെളിയിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടുത്തിടെ ജോസ് കെ മാണിയുടെ വസതി സന്ദർശിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ഇടതു മുന്നണിയിലെ സീറ്റ് വിഭജനത്തിൽ പാല ജോസിന് ഉറപ്പാണെന്നാണ് സൂചനകൾ. പാലായിൽ ഇത്തവണ അട്ടിമറി വിജയം ലക്ഷ്യമിട്ടാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനെ രംഗത്തിറക്കിയത്. BJP കോർ കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. PC ജോർജിന്റെ മകനായ ഷോണിന് മണ്ഡലത്തിലെ മലയോര മേഖലകളിൽ വലിയ സ്വാധീനമുണ്ട്. നേരത്തെ പൂനാർ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നതും ഇപ്പോൾ പാലായിൽ ഉൾപ്പെടുന്നതുമായ പഞ്ചായത്തുകൾ ഷോണിന് അനുകൂലമാകുമെന്നാണ് NDA കണക്കുകൂട്ടുന്നത്. ഷോൺ ജോർജ് ഇതിനോടകം തന്നെ പാലാ കേന്ദ്രീകരിച്ച് തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഷോണിന്റെ സാന്നിധ്യം പാലായിലെ മത്സരത്തെ ഒരു യഥാർത്ഥ ത്രികോണ പോരാട്ടമാക്കി മാറ്റും. പാലായിൽ എന്നും നിർണായകമായത് സഭാ വോട്ടുകളും പ്രാദേശിക ബന്ധങ്ങളുമാണ്. മാണി സി കാപ്പന്റെ വ്യക്തിപരമായ സ്വാധീനവും ജോസ് കെ മാണിയുടെ പാരമ്പര്യവും ഷോൺ ജോർജിന്റെ യുവത്വവും തമ്മിലുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്ന് പ്രവചനാതീതമാണ്. മതസമുദായ സംഘടനകളുടെ നിലപാടുകളും തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും. CPM വോട്ടുകൾ ജോസ് കെ മാണിക്ക് പൂർണ്ണമായും ലഭിക്കുമോ എന്നതും UDF-ലെ ഘടകകക്ഷികൾ കാപ്പനെ എത്രത്തോളം പിന്തുണയ്ക്കുമെന്നതും ഫലത്തെ ബാധിക്കും. ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ ആരുടെ സാധ്യതകളെയാണ് തകർക്കുക എന്നത് ഇരു മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. മാണി സി കാപ്പൻ, ജോസ് കെ മാണി, ഷോൺ ജോർജ് എന്നീ മൂന്ന് പ്രമുഖർ അണിനിരക്കുന്നതോടെ പാലാ മണ്ഡലം കേരളത്തിലെ തന്നെ ഏറ്റവും ഹോട്ടായ തിരഞ്ഞെടുപ്പ് പോരാട്ട വേദിയായി മാറും. 2026 ഏപ്രിലിൽ നടക്കുന്ന ഈ പോരാട്ടം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ നിർണയിച്ചേക്കാം.